എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു നമ്മൾ ചെയ്തത്. അതായത് MS വേർഡിലെ ലെറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ലെറ്റർ തന്നെ, എന്താ പറയാ, ഒട്ടും കമ്പ്യൂട്ടർ അറിയത്തില്ല, പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മാറ്റി വെച്ചവർക്ക് വരെ ഒരു ലെറ്റർ തയ്യാറാക്കാനായിട്ട് പറ്റും. അത് ഞാൻ തരുന്ന ഒരു ഉറപ്പാണ്. നമ്മുടെ ഈ ഒരു ക്ലാസ് കാണുന്നവരാരെയും കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി അത് കാണണം. അതിനുശേഷം സിസ്റ്റം അവൈലബിൾ ആണെങ്കിൽ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കണം. ഷുവറായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല്, അതായത് ഒരു വേർഡ് ഫയലിനെ നമുക്ക് പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഈ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വേർഡ് ഫയല് PDF ഫയലായിട്ട് മാറും. അപ്പൊ നമ്മൾ ഈ PDF ഫയല് ഓപ്പൺ ചെയ്യണമെങ്കിൽ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഓഫീസിലെ ഫയലുകളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ചുമ്മാ നമുക്ക് ഇങ്ങനെ സിസ്റ്റത്തിൽ ഇടാതെ അതിന് പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. ഒരു വേർഡ് ഫയലിനെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് PDF ഫയലാക്കി മാറ്റുന്നത്. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞു. അതായത് ഒരു വേർഡ് ഫയലിനെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് PDF ഫയലാക്കി മാറ്റുവാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ഓഫീസുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ചാനലിൽ 43K സബ് ആയിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്നേഹം, സന്തോഷം, സപ്പോർട്ട് എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ അത് ഓർത്തപ്പോ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ആ ഒരു വേർഡ് ഫയലിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആ പർട്ടിക്കുലർ ഫയൽ ആദ്യമേ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഏത് ഫയലിനെയാണോ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് PDF ആക്കി മാറ്റേണ്ടത് അതിനെ നമ്മൾ ആദ്യമേ ഓപ്പൺ ചെയ്യണം. അപ്പൊ നമ്മുടെ ഈ സ്ക്രീനിൽ നോക്കുവാണെങ്കിൽ കമ്പ്യൂട്ടർ ക്ലാസ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഫയലാണ് എനിക്ക് പ്രൊട്ടക്ട് ചെയ്ത്, അതായത് പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്ത് അതിനെ ഒരു PDF ആക്കി മാറ്റേണ്ടത്. അതായത് ആര് വന്ന് നോക്കി ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാലും ചെയ്യാൻ പറ്റരുത്. കാരണം ഞാൻ എൻ്റർ ചെയ്യുന്ന പാസ്വേഡ് അടിച്ചാൽ മാത്രമേ അത് അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതെങ്ങനെ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഈ കമ്പ്യൂട്ടർ ക്ലാസ് എന്ന് പറയുന്ന ഈ ഒരു ഫയലിനെ ആദ്യം ഓപ്പൺ ചെയ്യണം. അപ്പൊ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ കമ്പ്യൂട്ടർ ക്ലാസ് എന്ന് പറയുന്ന ഈ ചെറിയ ഒരു ഐക്കൺ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരണം. ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഈ കാണുന്ന ചെറിയ ചെറിയ ചിത്രങ്ങൾക്ക് പറയുന്ന പേരാണ് ഐക്കൺ. അതായത് വേർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ചെറിയ പിക്ചർ, അതുപോലെ പവർ പോയിന്റ് അല്ലെങ്കിൽ വേർഡ് അല്ലെങ്കിൽ എക്സൽ, ഇതിനെല്ലാം റെപ്രസെന്റ് ചെയ്ത് നമുക്ക് ഈ കാണുന്ന ഈ ഫോൾഡറുകളും ഈ സ്മോൾ പിക്ചേഴ്സിന് പറയുന്ന പേരാണ് ഐക്കൺ. അപ്പൊ നമ്മുടെ ഫയലിന്റെ, അതായത് കമ്പ്യൂട്ടർ ക്ലാസ് എന്ന് പറയുന്ന ഫയലിന്റെ ഐക്കൺ നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പൊ അതിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുക. അതിനുശേഷം നമുക്ക് മൗസ് വെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അതിന്റെ ചുറ്റിനും ഒരു ബോക്സ് പോലെ കാണാൻ പറ്റും. അപ്പൊ അതിന്റെ എവിടെയെങ്കിലും ആ കമ്പ്യൂട്ടർ ക്ലാസ് എന്ന് പറയുന്ന ഫയലിന്റെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോർഷനിൽ മൗസ് കൊണ്ട് വെക്കുക. അതിനുശേഷം നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫയലിനെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്ഥിരം ക്ലാസ് കാണുന്നവരൊക്കെ ഇപ്പൊ എക്സ്പേർട്സ് തന്നെയാണ്. കാരണം എനിക്കറിയാം എല്ലാവരുടെയും ആ ഒരു സ്നേഹം, അതായത് ഒന്നും അറിയാതിരുന്ന ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ ഇപ്പൊ കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഓരോരുത്തരുടെയും സന്തോഷം, അതിലുപരി നിങ്ങളുടെ സ്നേഹം ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ കമന്റ് ആയിട്ടും ഒക്കെ നിങ്ങളുടെ സന്തോഷങ്ങൾ അറിയുന്നുണ്ട്. ഒരുപാട് പേരൊക്കെ പുറത്തുള്ളവരൊക്കെ നാട്ടിൽ വരുമ്പോ എന്നെ കാണാനായിട്ട് വരും എന്ന് വരെ ഡെയിലി പറയുന്നുണ്ട് കോണ്ടാക്ട് ചെയ്തിട്ട്.
അപ്പൊ അതൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സ്നേഹമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. അപ്പൊ അതൊന്നും പറഞ്ഞറിയിക്കാൻ, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് നമ്മുടെ ക്ലാസ് കാണുന്നവരൊക്കെ ഇപ്പൊ എക്സ്പേർട്ട് ആണെന്നാണ്. അപ്പൊ പുതിയതായിട്ട് ക്ലാസ് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യുന്നതെന്ന്. അപ്പൊ ഈ കിടക്കുന്ന ഏതൊരു ഫയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ, നമുക്കതിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിലോട്ട്, ആ ഒരു പ്രോഗ്രാമിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക. ആ ഒരു പ്രോഗ്രാമിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഇപ്പം ഞാൻ ഇവിടെ വെക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ കമ്പ്യൂട്ടറാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളിടത്ത്, അതായത് ഈ കാണുന്ന ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ നമ്മുടെ വേർഡ് ഫയൽ ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പൊ ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് അതിനെ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഫയൽ മെനു, അതായത് നമ്മുടെ ഈ വേർഡ് ഫയലിന്റെ ഏറ്റവും മുകളിലത്തെ പോർഷനിൽ നോക്കുവാണെങ്കിൽ ഫയൽ മെനു ഉണ്ട്, അതുപോലെ ഹോം ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമെന്ന് പറഞ്ഞാല് ഈ ഒരു ഫയൽ മെനു ആണ്. അപ്പൊ ഈ ഫയൽ മെനു ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് കൊണ്ടുവെക്കുക, FILE ഫയൽ. അപ്പൊ അതിന്റെ എവിടെയെങ്കിലും ഒന്നെങ്കിൽ എഫിന്റെ അവിടെ, അല്ലെങ്കിൽ I, അല്ലെങ്കിൽ L, അല്ലെങ്കിൽ E, അതിന്റെ ഏതെങ്കിലും ഒരു പോർഷനിലോട്ട് ആൽഫബറ്റിന്റെ അടുത്തോട്ട് മൗസ് ഇങ്ങനെ കൊണ്ട് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫയൽ മെനു ഓപ്പൺ ആയി വരും. അപ്പൊ ഒന്നുകൂടെ കാണിച്ചു തരാം. ഫയൽ മെനു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോം ആയിക്കോട്ടെ, ഏതൊരു ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മൗസ് നമ്മൾ അതിന്റെ ഏതെങ്കിലും ഒരു ആൽഫബറ്റിന്റെ അടുത്തോട്ട് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് ടാബ് അല്ലെങ്കിൽ ഫയൽ മെനൂസ് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു കറസ്പോണ്ടിങ് ടാബ് നമുക്ക് ഓപ്പൺ ആയി വരും. അപ്പം ഇനിയിപ്പോ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഫയൽ മെനുവിൽ നിന്നും ആവശ്യമുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഇങ്ങോട്ട് താഴോട്ട് നോക്കി വരുമ്പോൾ ഇതിൽ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. കാരണം നമ്മൾ ഈ വേർഡ് ഫയലിനെ എക്സ്പോർട്ട് ചെയ്ത് മറ്റൊരു ഇതിലോട്ട് മാറ്റുവാണ്. അതായത് വേർഡിനെ നമ്മൾ PDF എക്സ്പോർട്ട് ചെയ്യുവാണ്. എക്സ്പോർട്ട് ചെയ്തിട്ട് അതിന് പാസ്വേഡ് കൊടുത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുവാണ്. അപ്പൊ ഏറ്റവും പ്രയോജനമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് ഈ ഒരു എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ഏതൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യണമെങ്കിലും നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ ആണ്. ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് ഈ എക്സ്പോർട്ട് എന്ന് പറയുന്നതിന്റെ ആ ഒരു ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എക്സ്പോർട്ടിനകത്തുള്ള ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി നമുക്ക് ആവശ്യം ഏതാണെന്ന് പറഞ്ഞാല് ഇതാണ്, ക്രിയേറ്റ് PDF ഓർ XPS. അതായത് ക്രിയേറ്റ് PDF XPS ഫോർമാറ്റ്. നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നമ്മൾ PDF മാറ്റാൻ പോവാണ്. അപ്പൊ അതിന് സെലക്ട് ചെയ്യേണ്ടത് ഈ കിടക്കുന്ന ക്രിയേറ്റ് PDF ഓർ XPS എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അപ്പൊ അതിലോട്ട് ജസ്റ്റ് ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക. നമുക്ക് കാണാമല്ലോ ഇതിന്റെ ചുറ്റിനും ഇങ്ങനെ ഒരു ബോക്സ് പോലുണ്ട്. അപ്പൊ അതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് പുതിയൊരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അതായത് പബ്ലിഷ് ആസ് PDF ഓർ XPS എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു പേജ് നമുക്കിവിടെ വരും. ഇനിയിപ്പോ ഇവിടെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ഈ ഒരു പേജിന്റെ, അതായത് പബ്ലിഷ് ആസ് PDF ഓർ XPS എന്ന് പറയുന്ന ഈ ഒരു പേജിന്റെ ഏറ്റവും താഴെ നോക്കുവാണെങ്കിൽ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ഓപ്ഷൻസ്. അപ്പൊ ഇനി ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യണം. അതിനകത്താണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നതിന്റെ ഇതിന്റെ നമുക്കറിയാം, മൗസ് ഇതിലോട്ട് വെക്കുമ്പോൾ തന്നെ ഇതൊരു ബോക്സ് പോലെ ഇങ്ങനെ കാണാം. അപ്പൊ ഈ ബോക്സിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതാ വലിയ ഒരു ലിസ്റ്റ് പോലെ ഇങ്ങനെ വരും. അപ്പൊ ഈ ലിസ്റ്റുകളൊന്നും നമുക്ക് എല്ലാം നമുക്ക് ആവശ്യമില്ല. നമുക്കിനി ആവശ്യം എന്ന് പറഞ്ഞാല് ഇതിന്റെ ഏറ്റവും അവസാനം കിടക്കുന്ന ഒരു കാര്യമാണ് എൻക്രിപ്റ്റ് ദ ഡോക്യുമെന്റ് വിത്ത് എ പാസ്വേഡ്. അതായത് ഈ ഡോക്യുമെന്റിനെ നമുക്കൊരു പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് ഒരു ടിക്ക് മാർക്ക് കൊടുക്കണം. അതായത് ഈ ചെക്ക് ബോക്സ് നമ്മൾ എനേബിൾ ചെയ്യണം. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഈ ബോക്സ് പോലെ കാണുന്നതിന്റെ അവിടോട്ട്
മൗസ് പോയിന്റ് ചെയ്ത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊരു ടിക്ക് മാർക്ക് വരും. ഈ ടിക്ക് മാർക്ക് കളയാനും സെയിം പ്രൊസീജിയർ ആണ്, കൊണ്ടുവരാനും സെയിം പ്രൊസീജിയർ ആണ്. അതായത് മൗസ് അതേലോട്ട് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ആ ഒരു ടിക്ക് മാർക്ക് അവിടുന്ന് പോയി. ഇനി കൊണ്ടുവരാനും സെയിം പ്രൊസീജിയർ ആണ്. ഈ ബോക്സിനകത്തോട്ട് അല്ലെങ്കിൽ ഇതിന്റെ സൈഡിലോട്ട് ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് പോയിന്റ് ചെയ്തിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ചെയ്യേണ്ടത് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു, നമ്മൾ അംഗീകരിച്ചു, ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ സെറ്റ് ആക്കുവാണ്. അപ്പം ഈ ഓക്കെ എന്ന് പറയുന്നതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതാ പുതിയൊരു പേജ് ഇവിടെ വന്നിട്ടുണ്ട്. എൻക്രിപ്റ്റ് PDF ഡോക്യുമെന്റ്. അതിന്റെ തൊട്ട് താഴെ ഒരു പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റീ എൻറ്റർ പാസ്വേഡ്. ഇനി ഏറ്റവും താഴെ പാസ്വേഡ് മസ്റ്റ് ബി ബിറ്റ്വീൻ 6 ക്യാരക്ടേഴ്സ് ആൻഡ് 32 ക്യാരക്ടേഴ്സ് ഇൻ ലെങ്ത്. അതായത് ഈ പാസ്വേഡ് എന്ന് പറയുന്നിടത്താണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് കൊടുക്കേണ്ടത്. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് ഏത് പാസ്വേഡ് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് പാസ്വേഡ് മസ്റ്റ് ബി ബിറ്റ്വീൻ 6 ക്യാരക്ടേഴ്സ്. കുറഞ്ഞത് 6 ക്യാരക്ടർ എങ്കിലും വേണം, 32 ക്യാരക്ടർ വരെ പോകാം. അപ്പൊ അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരോ എന്തെങ്കിലും ഒരു കാര്യം പാസ്വേഡ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പൊ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഈ പാസ്വേഡ് എന്ന് പറയുന്ന ഈ ഒരു ബോക്സിനകത്തോട്ട് ഒന്ന് മൗസ് കൊണ്ടുവച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കർസർ ഇങ്ങനെ കാണാം. അതിന് മുന്നേ കർസർ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ അങ്ങ് ടൈപ്പ് ചെയ്ത് പോവാം. കർസർ ഇല്ലെങ്കിൽ ഈ ഒരു പാസ്വേഡ് എന്ന് പറയുന്നതിന്റെ തൊട്ട് താഴെയുള്ള ഈ ബോക്സിലോട്ട് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ കർസർ ഇങ്ങനെ കാണാം. അപ്പൊ ഇനി നമ്മൾ ഓർത്തിരിക്കുന്ന പാസ്വേഡ് അങ്ങോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ മറന്നു പോകുന്നതായിരിക്കല്, നമ്മൾ എപ്പോഴും ഓർമ്മയിൽ ഉള്ള ഒരു കാര്യമായിരിക്കണം കൊടുക്കാൻ. ഇനി തൊട്ട് താഴെ റീ എൻ്റർ പാസ്വേഡ് എന്ന് കാണാം. അപ്പൊ ഈ റീ എൻ്റർ പാസ്വേഡ് എന്നുള്ളിടത്ത് നമ്മൾ ഇപ്പൊ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് വരില്ല. കാരണം കർസർ ഇരിക്കുന്നത് മുകളിലാണ്, ഈ പാസ്വേഡ് എന്ന് പറയുന്നിടത്താണ്. അപ്പൊ വീണ്ടും ഒന്നുകൂടെ ആ പാസ്വേഡ് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പൊ കൊടുക്കണമെങ്കിൽ ഈ റീ എൻ്റർ പാസ്വേഡ് എന്ന ബോക്സിൽ വരണമെങ്കിൽ മൗസ് അവിടോട്ട് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ കർസർ അവിടെ വന്നു. കർസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ, അതായത് ഒരു ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നത് കാണാം, അതാണ് കർസർ. ഇനിയിപ്പോ ആ മുകളിൽ ടൈപ്പ് ചെയ്ത പാസ്വേഡ് അതുപോലെ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുക, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ പാസ്വേഡ് എല്ലാം കൊടുത്തതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. PDF-ലോട്ട് ആക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഫയൽ നെയിം എന്നുള്ളിടത്ത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇതിപ്പോ നമ്മൾ നേരത്തെ കൊടുത്ത പേര് തന്നെയാണ്. ഇത് മാറ്റി പുതിയ പേര് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം. അപ്പൊ ഇവിടോട്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് പുതിയ പേരങ്ങ് ടൈപ്പ് ചെയ്യുക. പുതിയൊരു പേര് ടൈപ്പ് ചെയ്തു. ടൈപ്പ് PDF ആണ്, അവിടെ ഒന്നും ചെയ്യണ്ട. ഇനി നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ ഫയലിനെ എവിടാണ് സേവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ സൈഡില് ഡെസ്ക്ടോപ്പിലോട്ട് സേവ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സേവ് ചെയ്യാം. നമ്മളിപ്പോ ചെയ്യുന്ന ഡെസ്ക്ടോപ്പ് ആണ്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഡെസ്ക്ടോപ്പിലോട്ട് മൗസ് വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മുകളിലോട്ട് നോക്കണം, അതായത് സ്ഥലം ഡെസ്ക്ടോപ്പ് എന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ഈ ഒരു പബ്ലിഷ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പൊ പബ്ലിഷിലോട്ട് വെച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ നമ്മൾ ഈ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ഈ ഒരു ഫയല് വേർഡിൽ നിന്നും PDF-ലോട്ട് പോയി ഒരു പാസ്വേഡായി പ്രൊട്ടക്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് സേവ് ചെയ്ത സ്ഥലത്ത് പോയി നോക്കാം, ആ ഫയലിനെ അവിടെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഫയല് നമ്മൾ സേവ് ചെയ്തത് ഈ ഒരു ഡെസ്ക്ടോപ്പിലാണ്. ഞാൻ കൊടുത്ത പേര് new45 എന്നാണ്. അപ്പൊ അതാ നമ്മൾ നോക്കിയപ്പം ഇവിടെ തന്നെ ഉണ്ട്, പുതിയൊരു PDF ഫയലായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്നത് ഫയലിലോട്ട് വെച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് ചോദിക്കുന്നത്? ഡയറക്റ്റ് അവർ ചോദിച്ചിരിക്കുന്നത് എൻ്റർ ദ പാസ്വേഡ് ടു ഓപ്പൺ ദിസ് PDF ഫയൽ. അപ്പൊ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പാസ്വേഡ് അങ്ങോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു റോങ് ആയിട്ടുള്ള പാസ്വേഡ് ആണ് എൻ്റർ ചെയ്തത്. അപ്പൊ അന്നേരം അവര് നമുക്കൊരു മെസ്സേജ് തന്നു, ഇൻവാലിഡ് പാസ്വേഡ് ആണ്, ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ. അപ്പൊ നമ്മൾ ശരിയായിട്ടുള്ള പാസ്വേഡ് അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഒന്നുകിൽ കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഓക്കെ
പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ആ വേർഡ് ഫയൽ നേരെ PDF മാറിയിട്ടുണ്ട്. PDF നമ്മൾ അതിനെ പ്രൊട്ടക്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫയലിനെ, വേർഡ് ഫയലിനെ PDF ആക്കിയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പം new45 എന്നുള്ളതായിരുന്നു നമ്മുടെ ഫയല്. ഓപ്പൺ ചെയ്യുമ്പോഴെല്ലാം അത് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ അത് ഓപ്പൺ ആവത്തുള്ളൂ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഈ പാസ്വേഡ് നമുക്ക് മാറ്റാനും പറ്റും. അപ്പൊ അതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പൊ എല്ലാം കൂടെ ഒറ്റ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ ഇതൊക്കെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നോട് പറയണം. നാളെ അപ്പൊ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.